بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وآله وصحبه أجمعين أما بعد മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശേഷണങ്ങളിൽ 4 വിശേഷണങ്ങൾ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞ ആയത്താണ് നമ്മൾ ഓതിയത്. ആദ്യമായി അവർ ഉദ്ധരിച്ചത് മഖ്ദൂം തങ്ങൾ ഉദ്ധരിച്ചത് ഈ ആയത്ത് വലിയ കാവലാണ്. ഈ ആയത്ത് ഓതുന്നവർക്ക് 7 വട്ടം ഓതുന്നവർക്ക് വൈകുന്നേരം ഓതിയാൽ സുബഹി വരെ ആയുധങ്ങൾ ഏൽക്കുകയില്ല എന്നാണ്. സുബഹിക്ക് ഓതിയാൽ വൈകുന്നേരം വരെ ആയുധങ്ങളൊന്നും ഏൽക്കുകയില്ല. മാത്രമല്ല കുറേ ഫായിദകൾ ഈ ആയത്തിന് മുഫസ്സിറുകളും ആയത്തിന്റെ ഫായിദകൾ പറയുന്ന ഇമാമിങ്ങളും പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് പതിവാക്കുന്നത് നല്ലതാണ്. 7 വട്ടം കഴിഞ്ഞില്ലെങ്കിൽ 3 വട്ടമെങ്കിലും ചെയ്താൽ നമുക്ക് പ്രയാസം വരുന്നത് മുത്തുനബിക്ക് അസീസുൻ അലൈഹി മാ അനിത്തും, അസീസ് റസൂലുള്ളാഹി തങ്ങൾക്ക് അല്ലാഹു തആലാന്റെ പേര് കൊടുത്തുക. ഹരീസുൻ അലൈക്കും, നിങ്ങളുടെ മേൽ എല്ലാ ഖൈറിനെയും കൊതിക്കുന്നവരാണ് തങ്ങൾ. ഈമാനും ഹിദായത്തും എല്ലാം. ബിൽ മുഅ്മിനീന, മുഅ്മിനീങ്ങൾക്ക് പ്രത്യേകം റഊഫുർ റഹീം, എല്ലാവരോടും റഹ്മത്താണെന്ന് റഹ്മത്തുൽ ലിൽ ആലമീൻ എന്ന് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. വല്ലാത്ത റഹ്മത്താണ് മുഅ്മിനീങ്ങളോട്. മുഅ്മിനീങ്ങളല്ലാത്തവർക്കും റഹ്മത്താണ് നബി തങ്ങളെന്ന് വിശുദ്ധ ഖുർആനിൽ തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, ലോകത്തിന് മൊത്തം റഹ്മത്താണ്. എല്ലാവരോടും കാരുണ്യവും കരുണയും ഉള്ളവരാണ്. അതോടുകൂടെ മുഅ്മിനീങ്ങളോട് വല്ലാത്ത കൃപയാണ്. ഇത് നമുക്ക് വലിയൊരു പ്രതീക്ഷയാണ്. നമ്മുടെ മോശങ്ങളെ കൊണ്ട് തങ്ങളെ നമ്മളെ തട്ടിക്കളയുകയില്ല. റഊഫുർ റഹീമാണ്. തങ്ങളിലേക്ക് വീണ്ടും നമുക്ക് കടന്നു ചെല്ലാം എന്ന് നമുക്ക് ധൈര്യം ഉണ്ടാക്കി തരില്ല, നമുക്ക് പ്രതീക്ഷ ഉണ്ടാക്കി തരുന്ന ഒരായത്തും കൂടിയാണ്. ഈ ആയത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശേഷണങ്ങൾ പലതും പറയുന്നു. ഈ ആയത്ത് മൗലിദിൽ വളരെ യോജിപ്പുള്ള ആയത്താണ്. ഏതൊരു ആള് നാളെ ക്രിസ്ത്യാനിക്ക് പോയി, ഒരു മുസ്ലിമായ വലിയൊരു ക്രിസ്ത്യാനി മതത്തിലേക്ക് പോയി. എന്നിട്ട് അയാള് പ്രസംഗിക്കുക ഈസാ നബി അലൈഹി ഇസ്ലാമിനെ 10-20 വട്ടം വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. മുഹമ്മദ് നബിയെ ഒരു വട്ടം 2 വട്ടത്തെ പറയുന്നുള്ളൂ. ഇങ്ങനെ ഖുർആനിൽ നിന്നാണ് ഈസയുടെ മഹത്വം ഞാൻ മനസ്സിലാക്കിയത്. ഖുർആൻ സ്വീകരിക്കാൻ പറ്റാത്തതാണേനു, അതാ രസം. ഖുർആൻ സ്വീകരിക്കാൻ പറ്റാത്ത സാധനമാണ്. അതുകൊണ്ടാണ് അയാൾ ഇതിന്ന് രാജിച്ചു പോയത്. ആ സ്വീകരിക്കാൻ പറ്റാത്ത സാധനത്തിൽ 20 വട്ടം പറയുന്നത് കാര്യമുള്ളത്. അതോടുകൂടെ റസൂലുള്ളാഹി തങ്ങളെ പറഞ്ഞതിന്റെ 10-1 വട്ടം ഈസ നബിയെ പറഞ്ഞിട്ടില്ല. ഈസ നബിയെ പറഞ്ഞത് ഈസ എന്ന പറഞ്ഞതാണ് അയാൾ പറഞ്ഞത്. മുത്തുനബിയുടെ പേരെടുത്ത് അല്ലാഹു തആല 1-2 സ്ഥലത്തെ പറഞ്ഞിട്ടുള്ളൂ. മുഹമ്മദുർ റസൂലുള്ളാഹി, പിന്നെ മാകാന മുഹമ്മദുൻ അബാ അഹദി മിൻ വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ 3 വട്ടം അല്ലേ? കഴിഞ്ഞില്ലേ? 4 ഉണ്ടാ? മുഹമ്മദ് 4 സ്ഥലത്ത്, അഹമ്മദ് ഉണ്ട്. റസൂൽ മിൻ ബഅദി ഇസ്മുഹു അഹ്മദ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി അല്ലാഹു തആല എത്രയാണ് പറഞ്ഞത് പേരുകൾ. ഈസാ നബീനെ അതിന്റെ ഉശുറും ഇഷാർ പറഞ്ഞിട്ടില്ല. ഈസാ എന്ന് പറയുന്നതിലാണ് അയാളുടെ ഏറ്റവും വലിയ സംഭവമായിട്ട് നബി തങ്ങൾക്ക് അരീസ്, അസീസ്, അരീസുൻ അലൈക്കും നാട്ടോ, വെറും അരീസ് അല്ല, അരീസ്, അസീസ്, റഊഫ്, റഹീം, എത്ര പേരുകളാണ് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്. ഈസാ നബിക്ക് അതിന്റെ അപ്പോ ഈസാ നബി അലൈഹി ഇസ്ലാമിനെ പറ്റി പറഞ്ഞത് അത്ര കൂടുതലുള്ളത് അയാൾ പറയാ. മുത്തുനബിയെ സംബന്ധിച്ച് എത്ര ശൈലികളിലാണ് അല്ലാഹു തആല അവതരിപ്പിച്ചത്. ഇത് ക്രിസ്ത്യാനിയിലേക്ക് വഹാബി മതത്തിൽ നിന്നാണെന്നുകൊണ്ട് രാജിവെച്ച എന്താണ് അലവി പാതിരി, അയാള് സത്യം തേടിയ ഒരു തീർത്ഥയാത്ര എന്നൊരു പുസ്തകമുണ്ട്, ഞാൻ വായിച്ചിട്ടുണ്ട്. അതിൽ അയാൾ പറയുന്നുണ്ട് അതേ കാര്യം. ഞാൻ ഈസയെ പഠിച്ചത് ഖുർആനിൽ നിന്നാണ്. അങ്ങനെ പഠിക്കാൻ പറ്റിയൊരു ഗ്രന്ഥം തന്നെയാണ് ഖുർആൻ എന്ന് എല്ലാ കമ്പനിയും അംഗീകരിക്കും. അല്ല ഇന്ന് പഠിച്ചല്ലോ, എന്നിട്ട് ഇന്ന് മാറിയതല്ലേ. പഠനം കഴിഞ്ഞിട്ട് പഠിച്ച പുസ്തകം ഒന്നിനും പറ്റൂല. എന്താണ് പറയുന്നത്? തലയിലൊന്നും ചോറുണ്ടെങ്കിലല്ലേ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരുകൾ എത്രയാണെന്ന് കണക്കില്ല. മഹാനായ അബൂബക്കർ ബിൻ അറബി തങ്ങൾ അവിടുത്തെ ആരിളത്തുൽ അഹ്വദി ബിശർഹി സ്വഹീഹി തുർമുദി എന്ന കിതാബിൽ ഉദ്ധരിക്കുന്നു, ലില്ലാഹി അൽഫുസ്മിൻ വലിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽഫുസ്മിൻ. അള്ളാഹുവിന് ആയിരക്കണക്കിന് പേരുകളുണ്ട്, മുത്തുനബിക്കും ആയിരക്കണക്കിന് പേരുകളുണ്ട്. ഇതേ വിഷയം ആയിരത്തുൽ അഹ്വദി ഇവിടെയുണ്ട്, അതിൽ കാണാം. ഇതേ വിഷയം ഇമാം നവവി തങ്ങൾ അവിടുത്തെ തഹ്ദീബുൽ അസ്മാഇ വൽ ലുഗാത്ത് എന്ന കിതാബിലേക്ക് ഉദ്ധരിച്ചിട്ടുണ്ട്. എന്നിട്ട് അതിനെ അംഗീകരിച്ചിരിക്കുകയാണ്. അതിനെ തെറ്റാണെങ്കിൽ അതിനെ എതിർക്കും വേറെ സ്വഭാവം അതാണ്. അതിനെ അംഗീകരിച്ചിരിക്കുകയാണ്. പല കിതാബിലും ഈ ആശയം കാണാം. പല കിതാബിലും 1000-ലധികം ഇസ്മുകൾ ഉണ്ടെന്ന് പല കിതാബിലും കാണാം. എവിടെ പേരുകളൊക്കെ നമ്മൾ തെരഞ്ഞാല് റസൂലുള്ളാഹിന്റെ പേരിൽ മാത്രം കിതാബുകളുണ്ട്. തദ്കിറത്തുൽ മുഹിബ്ബീൻ ഫി ശർഹി അസ്മാഇ സയ്യിദുൽ മുർസലീൻ മാ റസാഇ തങ്ങൾ എഴുതിയ കിതാബ്. എന്താണ് അതിന്റെ ഒരു സമാധാനം വായിച്ചാൽ നബി തങ്ങളുടെ പേരിന്റെ വിശദീകരണം മാത്രമാണ് അതിലുള്ളത്. അതിനോട് ബന്ധപ്പെട്ട കാര്യങ്ങളും റബീഉൽ അവ്വലിൽ ഏറ്റുവെക്കുന്നതിനെ സംബന്ധിച്ച് വ്യക്തമായി ഇബ്നു അബ്ബാദ് തങ്ങളെ തൊട്ട് വലിയൊരു പേജ് തന്നെ, വലിയൊരു ഉദ്ധരണി തന്നെ മഹാനവറുകൾ കൊടുത്തത് ഉസ്താദ് ഇവിടുന്ന് പലപ്പോഴും വായിക്കുന്നത് നിങ്ങൾ കേട്ട് കാണും. റസാഇ തങ്ങളുടെ കിതാബ്. ഇമാം സുയൂത്തി തങ്ങൾക്ക് 2 കിതാബുണ്ട് ഈ വിഷയത്തിൽ. റിയാദുൽ അനീഖ ഫി ശർഹി അസ്മാഇ ഖൈറിൽ ഖലീഖ ഇവിടെയുണ്ട്. വേറൊന്നും കൂടെ ഉണ്ട്. ചെറിയ ബുൽഖീനി തങ്ങൾക്കുണ്ട്. അസ്സഫ ഫി ശർഹി ഇസ്മായിൽ മുസ്തഫ. പിന്നെ 3 കിതാബോളം നബഹാനി തങ്ങൾക്കുണ്ട്. ഇതെല്ലാം അവരെല്ലാം റസൂലുള്ളാഹിന്റെ അസ്മാ ഉദ്ധരിക്കുന്നു കണ്ടാൽ ജീലാനി തങ്ങൾ 202 പേരോളം ദലായിൽ ഖൈറാത്തിലുള്ളത് 202 അല്ലേ? 203 202 ആയിക്കോട്ടെ. ആ ഇസ്മുകൾ ജീലാനി തങ്ങൾ 5 വഖത്തിലും വളീഫയായി ചെല്ലുമായിരുന്നു എന്ന് മഹാനായ
ഇമാം അമീനുൽ ഖുർദി അവിടുത്തെ തഫ്രീഹുൽ ഖാത്തിർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഉദ്ധരിച്ചിട്ടുണ്ട് 5 വഖത്തിലും നബിന്റെ പേര് ചൊല്ലുക. നബിന്റെ പേര് എഴുതിയ പുസ്തകം ഇവിടെ ഉണ്ട്, ഫ്രീ ആയി കിട്ടും, പൈസ ഒന്നും കൊടുക്കണമെന്നില്ല, കൊടുത്തിട്ട് തെറ്റൂല കേട്ടോ. അള്ളാഹുവിന്റെ റസൂലിന്റെ പേര് ചൊല്ലുന്നത് കൊണ്ടുള്ള പ്രത്യേകത, ആ പേരിന്റെ ഫലം നമ്മളിൽ ഉണ്ടായിത്തീരും. ഇതാണ് നബിന്റെ ഒരു പേര് നമ്മൾ ചൊല്ലിയാൽ, ഇപ്പൊ നൂർ എന്ന പേര് നമ്മൾ ചൊല്ലിയാൽ സ്വലാത്തോടുകൂടെ ചൊല്ലണം. നബിന്റെ പേര് ചൊല്ലുമ്പോ ഒന്നായിട്ട് സ്വലാത്ത് ചൊല്ലിയാലും മതി. ആ പ്രകാശം, ആ നൂറ് നമ്മുടെ ഹൃദയത്തിലും നമുക്ക് കിട്ടേണ്ട ഭാഗങ്ങളിലെല്ലാം ലഭിക്കും. അതുകൊണ്ട് തന്നെ നബി തങ്ങളുടെ പേരിന്റെ തജല്ലി എന്നാണ് അതിന് പറയല്, ഇത്തിസാഫി എന്നാണ് പറയല്. അതുണ്ടാകാൻ ഏറ്റവും നല്ലതാണ് തങ്ങളുടെ പേര് ചൊല്ലൽ. മുത്തുനബിന്റെ പേരിന് വലിയ ബഹുമാനമുണ്ട്. ഈ ആയത്തില് 4 പേര് മുത്തുനബിന്റെ പേര് പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വഹീഹ ഹദീസിലൂടെയും ഖുർആനിലൂടെയും പറഞ്ഞ പേരുകൾ, അള്ളാഹുവിന് പറഞ്ഞ പേരുകൾ 80-ലധികം പേരുകൾ മുത്തുനബിക്ക് കൊടുത്തിരിക്കുന്നു എന്ന് ഖുർത്തുബിയും അതുപോലെ തന്നെ ഇമാം ഹാഫിദ് സുയൂത്തിയും ഒക്കെ പറയുന്നുണ്ട്. ഖസായിസുൽ കുബ്ര എടുത്തു നോക്കിയാൽ അത് കാണാവുന്നതാണ്. അള്ളാഹിന്റെ പേര് അതിൽപ്പെട്ട ഒരു പേരാണ് വഹാബിക്ക് കാണാൻ പറ്റൂല, അഹദ് എന്ന പേര്. അള്ളാഹ് കൊടുത്ത പേരാണ്, ഹദീസിൽ വന്നത് അഹദ്. അല്ലല്ലേ അഹദ്. പഠിച്ചോനെ വേറൊരാൾ അഹദായാല് ലൈസഫിൽ ബൈത്തി അഹദുൻ എന്നൊക്കെ പറഞ്ഞ പ്രശ്നവും. തൗഹീദ് അപ്പൊ പൊളിഞ്ഞാടി, പേരാകെ പൊളിഞ്ഞാടി. തൗഹീദ് എന്താണെന്നും അറിയില്ല, തൗഹീദിന്റെ മാനദണ്ഡം അറിയില്ല. ഒരു തീരുമാനം പോലെയാണ് തൗഹീദ്. വല്ലാത്ത കഷ്ടമായി പോയി. അള്ളാഹുവിന്റെ റസൂലും സലഫുസ് സാലിഹ്യങ്ങളും പഠിപ്പിക്കാത്ത തൗഹീദ് സമൂഹത്തിനെ ആകെ കാഫിറാക്കിയിട്ട്, സമൂഹത്തിനെ ആകെ അമുസ്ലിമാക്കിയിട്ട് പ്രഖ്യാപിക്കുന്ന തൗഹീദ്. സുബ്ഹാനല്ലാഹ്, ഇത്ര വലിയ ബിദ്അത്ത്. മുഹ്യിദ്ദീൻ ശൈഖിനെ വിളിച്ചില്ലെങ്കിൽ കുറ്റമൊന്നുമില്ല, മഹാന്മാരെ വിളിച്ചില്ലെങ്കിൽ കുറ്റമൊന്നുമില്ല. പിന്നെ എന്താ വഹാബിന്റെ ഒക്കെ ഉള്ള തെറ്റ്? ഒരു വലിയ കോടിക്കണക്കിന് മുസ്ലിം പരമ്പരയെ കാഫിറാക്കുന്നുണ്ട്. ഇത് വലിയ തെറ്റാണ്. വിളിച്ചാൽ കാഫിറാകുമെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ആ വിളിച്ചവര് മുഴുവനും കാഫിറാണ്. യാ ഷെയ്ഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് ഒരു വട്ടം വിളിച്ചാൽ 3 വട്ടം കാഫിറാവുന്ന പറഞ്ഞു. അതിന്റെ ട്രിക്ക് എന്താണെന്നറിയോ? ഷെയ്ഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ 3 വിളി ഉണ്ടല്ലോ, 3 ഉണ്ടല്ലോ അതിന്. അപ്പൊ 3 വട്ടം കാഫിറ, 1 വട്ടം വിളിച്ചാൽ എങ്ങനെയായിരിക്കും ഒപ്പിക്ക? ഇതാണ് അവരുടെ അവസ്ഥ. സുബ്ഹാനല്ലാഹ്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. നമ്മളെ വിഷയം അതിലേക്ക് എത്തിപ്പെടും ഇൻഷാ അല്ലാഹ്. ഇപ്പോഴല്ല, കുറച്ച് കഴിഞ്ഞാൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. അത് നബി തങ്ങൾ പറഞ്ഞിരിക്കുന്നു എന്ന് റിപ്പോർട്ടിൽ വന്നിരിക്കുന്നു. ആരാണ് റിപ്പോർട്ട് ചെയ്തത് എന്ന് മങ്കൂസ് മൗലിദിൽ പറഞ്ഞിട്ടില്ല, ചുരുക്കി പറഞ്ഞതാണ്. ആ റിപ്പോർട്ട് അധിക കിതാബുകളിലും കാണാം, ഷിഫയിൽ കാണാം. അഷിഫാ ലിൽ ഖാദി ഇയാൾ നമ്മൾ കഴിഞ്ഞ വർഷം തുടങ്ങി വെച്ചതാണ്. ആ ഷിഫയിൽ ആ റിപ്പോർട്ട് കാണാം. മറ്റു പല കിതാബിലും 10-20ഓളം ഗ്രന്ഥങ്ങളിൽ ആ റിപ്പോർട്ട് കാണാം. ഇമാം സുയൂത്തി കൊണ്ടുവന്നതായി കാണാം. മറ്റ് ഹാവിയിലും മറ്റു പല സ്ഥലങ്ങളിലും സുയൂത്തി ഇമാം എന്നെ ഓടുന്നതാണ്. പല ഇമാമിങ്ങളും മുത്തുനബിന്റെ മദ്ഹ് പറയുന്ന കൂട്ടത്തിൽ അസ്സലാനിയും അതുപോലെ തന്നെ യൂസുഫ് ഷാമിയും അവരെല്ലാവരും കൊടുത്തു കാണാം ഈ ഹദീസ്. എന്താണ് ഹദീസ് എന്ന് നമുക്ക് പറയുന്ന മുമ്പ് ആരാണ് ഹദീസ് റിപ്പോർട്ട് ചെയ്തതെന്ന് മങ്കൂസ് മൗലിദിൽ പറഞ്ഞിട്ടില്ല. അത് റിപ്പോർട്ട് ചെയ്തത് ഇബ്നു അദി എന്ന് പറയുന്ന മുഹദ്ദിസാണ്. വലിയ ഹദീസ് പണ്ഡിതനാണ്. അവർക്ക് ഹദീസിൽ
പല കിതാബുകളുമുണ്ട്. കാമിൽ എന്ന അറിയപ്പെടുന്ന കിതാബ് അതിൽപ്പെട്ടതാണ്. നവാദിർ എന്നറിയപ്പെടുന്ന കിതാബ് അതിൽപ്പെട്ടതാണ്. അപ്പോൾ ഇബ്നു ആദി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ആര് പറഞ്ഞു? ഇബ്നു ആദി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഷിഫായുടെ വിശദീകരണമായ മുല്ല അലി അൽ ഖാരിയുടെ വിശദീകരണത്തിൽ കാണാം ഇബ്നു ആദിയാണ് ഇതിനെ റിപ്പോർട്ട് ചെയ്തത് എന്ന്. മറ്റു പല സ്ഥലത്തും കാണാം. ഞാൻ സുഖമായി എടുക്കാൻ പറ്റിയ സ്ഥലം പറഞ്ഞതാണ്. അപ്പോൾ റുവിയ എന്ന് പറഞ്ഞാൽ ഇബ്നു ആദി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൊട്ട് തങ്ങൾ പറഞ്ഞതായി, അന്നഹു ഖാൽ, നബി തങ്ങൾ പറയുന്നു, കുന്തു നൂറൻ, ഞാൻ ഒരു പ്രത്യേകമായ നൂറെന്ന് പേരുള്ള ഒരു സാധനമായിരുന്നു. നമ്മൾ നൂറിന് അർത്ഥം പറഞ്ഞത് പല ഇമാമിങ്ങളും പല അർത്ഥങ്ങളും പറഞ്ഞ കൂട്ടത്തിൽ നമ്മുടെ ഉസ്താദുമാരും അധിക ഇമാമിങ്ങളും പറഞ്ഞത് റൂഹ്. ഞാനൊരു പ്രത്യേക നൂറെന്ന് പേരുള്ള റൂഹായിരുന്നു. അതിനാണല്ലോ അള്ളാഹു ആദ്യമായി പടച്ചത് എന്ന് സ്വഹീഹ ഹദീസിൽ വന്നത് നമ്മൾ പറഞ്ഞല്ലോ. മുസന്നഫ് അബ്ദുർ റസാഖിൽ അത് സ്വഹീഹായ റിപ്പോർട്ട് കൊണ്ട് തന്നെ വന്നതാണ്. തർക്കിക്കാൻ പറ്റാത്ത റിപ്പോർട്ടാണ്. മുസന്നഫ് അബ്ദുർ റസാഖ് എന്ന് പറയുന്നത് വലിയ മഹാനാണ്. അബ്ദുർ റസാഖ് തങ്ങൾ ഇമാം ബുഖാരിയുടെ ഒക്കെ മുമ്പ്, എത്രയോ കാലം മുമ്പ് കഴിഞ്ഞ ആളാണ്. ഇമാം ബുഖാരി ഇവിടെ ഉസ്താദായ അഹ്മദ് നമ്പലിന്റെ ഉസ്താദ് അഹ്മദ് നമ്പലാണ്. അഹ്മദ് നമ്പൽ അബ്ദുർ റസാഖ് തങ്ങളുടെ ശിഷ്യനാണ്. ഇത്രയും സ്ഥാനമുള്ളവരാണ് അബ്ദുർ റസാഖ് തങ്ങൾ. അവരുടെ മുഅ്ജമുൽ കബീറിനെ പ്രശംസിക്കാത്തവരില്ല. മുസന്നഫ് അബ്ദുർ റസാഖ് എന്നാണ് അതിനെ അറിയപ്പെടുക. അതിൽ അബ്ദുർ റസാഖ് തങ്ങൾ മുഹമ്മദ് തങ്ങളെ തൊട്ട് മഅമർ തങ്ങളെ തൊട്ട് ബുഖാരിയിൽ എത്രയോ പ്രാവശ്യം വന്നവരാണ് മഅമർ തങ്ങളെ തൊട്ടും മഅമർ തങ്ങൾ മുഹമ്മദ് ഇബ്നു മുൻകദിർ എന്ന ബുഖാരിയിലും മുസ്ലിമിലും 30ഓളം പ്രാവശ്യം 30ലേറെ പ്രാവശ്യം വന്ന മുഹമ്മദ് ഇബ്നു മുൻകദിർ എന്നവരെ തൊട്ടും അവർ ജാബിർ റളിയല്ലാഹു അൻഹു തൊട്ടും എന്നാണ് സനദ് പറഞ്ഞിട്ടുള്ളത്. ഈ സനദ് മുസന്നഫ് അബ്ദുർ റസാഖ് നോക്കിയാൽ കാണാവുന്നതാണ്. അതുപോലെ തന്നെ ഖസലാനി നോക്കിയാലും കാണാവുന്നതാണ്. ഇനി മുസന്നഫ് അബ്ദുർ റസാഖിൽ കാണാത്തവർക്കാണ് ഞാൻ ഖസലാനി പറഞ്ഞത്. ഖസലാനി ഇമാം കണ്ടിട്ടുണ്ട്. ആ സനദിൽ പറഞ്ഞ 3 ആളുകൾ, ഒന്ന് അബ്ദുർ റസാഖാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അവരെ തർക്കപ്പെടാത്ത മഹാനാണ്. അവരുടെ ഉസ്താദ് മഅമർ തങ്ങളാണ്. അവർ ബുഖാരിയിലെ റിജാലിൽപ്പെട്ടവരാണ്. അവരുടെ ഉസ്താദ് മുഹമ്മദ് മുൻകദിറാണ്. അവരും ബുഖാരിയിലെ റിജാലിൽപ്പെട്ടവരാണ്. മുസ്ലിമിന്റെ റിജാലിൽപ്പെട്ടവരാണ്. അവരുടെ ഷെയ്ഖാണ് ജാബിർ തങ്ങൾ സ്വഹാബി. ഈ പറഞ്ഞ ആളുകളിൽ ആരും ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ലാത്തവരാണ്. അവരാണ് റിപ്പോർട്ട് ചെയ്ത ഹദീസിലാണുള്ളത്. ജാബിർ തങ്ങളോട് മുത്തുനബി തങ്ങൾ പറഞ്ഞത്, ആരാണ് നബി ആദ്യത്തെ സൃഷ്ടി എന്ന് ചോദിച്ചപ്പോൾ ഞാനാണെന്ന പരസ്യമായ മറുപടി ഈ സ്വഹീഹായ ഹദീസിലൂടെ. ചിലർ ഇതിനെ ലഈഫാക്കുന്നവരുണ്ട്. ആ ലഈഫാക്കുന്നവർക്കെതിരിലാണ് ഞാൻ സംസാരിച്ചത്. ലഈഫാക്കട്ടെ, എന്നിട്ട് കാണാം ബാക്കി. കുന്തു നൂറൻ, ഞാൻ ഒരു നൂറായിരുന്നു. ഞാൻ ഒരു ആത്മീയമായ പ്രകാശമുള്ള ആത്മാവായിരുന്നു. ചില ആളുകൾ പറഞ്ഞു, നൂറിന് നമ്മൾ ആത്മാവെന്ന് പറയണ്ട, നമുക്ക് എന്താണ് അതിന്റെ യാഥാർത്ഥ്യം എന്ന് അറിയില്ല എന്ന് പറഞ്ഞവരുണ്ട്. അതോ മുത്തശാബിഹാത്ത് എന്ന് പറയുന്ന ഒരു ഇനം ആയത്തിലും ഹദീസിലും ഉണ്ട്, അതിൽപ്പെട്ടതാണെന്ന് പറഞ്ഞവരുണ്ട്. പ്രകാശം നൽകുന്നവരാണെന്ന് പറഞ്ഞവരുണ്ട്. മുത്തുനബിന്റെ ആത്മാവാണെന്ന് പറഞ്ഞവരുണ്ട്. ഹഖീഖത്ത് മുഹമ്മദിയ അതാണെന്ന് പറഞ്ഞവരുണ്ട്. പല അഭിപ്രായങ്ങളുമുണ്ട് അവിടെ. നാം അതിലേക്കൊന്നും കടന്നാൽ എവിടേക്ക് എത്തുകയില്ല. ബൈനയദൈല്ലാഹി അസ്സ വജല്ല, നമ്മളൊക്കെ ഉള്ളത് അള്ളാഹുവിന്റെ മുമ്പിലാണ് എന്ന പോലെ അള്ളാഹുവിന്റെ മുമ്പിൽ ഉള്ള ഒരു വലിയ ആത്മാവായിരുന്നു ഞാൻ. നമ്മളൊക്കെ ഉള്ളത് അള്ളാഹുവിന്റെ മുമ്പിലാണ്. ഖബല യഖ്ലുഖ ആദം അലൈഹിസ്സലാം, ആദം നബി അലൈഹിസ്സലാമിനെ പടക്കുന്നതിന്റെ മുമ്പ്, ആദം നബിയെ പടച്ചിട്ടില്ല. അതിന്റെ മുമ്പ് എത്ര മുമ്പ്? 2000 വർഷം മുമ്പ്, 14,000 വർഷം മുമ്പ് ഹദീസിൽ കാണാം.
കുന്തു നൂറൻ ബൈന യദൈ റബ്ബി ഖബ്ല ഖൽഖി ആദമ ബി14,000 ആമീൻ. 14,000 കൊല്ലം മുമ്പ്, 8,000 കൊല്ലം മുമ്പ് ഇബ്നു ഖത്താൻ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. എല്ലാം ശരി തന്നെയാണ്, വ്യത്യസ്തമായ ഘട്ടങ്ങളെ പറ്റിയാണ് ആ പറഞ്ഞത്. ഏതായിരുന്നാലും 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് ആദം നബി അലൈഹി ഇസ്ലാമിനെ പടക്കുന്നതിന്റെ 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമായിരുന്നു അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ യുസബ്ബിഹുല്ലാഹ ദാലിക്കൻ നൂർ, ആ ആത്മാവാകുന്ന ഞാൻ അള്ളാഹുവിന് തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരുന്നു. അള്ളാഹു തആല കൽപ്പിച്ചതനുസരിച്ച് തസ്ബീഹ് ആദ്യമായി ചൊല്ലിയത് നബീനാ റസൂലുള്ളാഹി. ഏതാണ് തസ്ബീഹ്? സുബ്ഹാനല്ലാഹ് തസ്ബീഹാണ്, പരിശുദ്ധമാക്കുന്ന വാക്കാണ്. അല്ലാഹു അക്ബർ പരിശുദ്ധമാക്കുന്ന വാക്കാണ്. അൽഹംദുലില്ലാഹ് പരിശുദ്ധമാക്കുന്ന വാക്കാണ്. പരിശുദ്ധ വാക്യങ്ങളെ അല്ലാഹു തആല മുത്തുനബിയെ കൊണ്ട് ചൊല്ലിപ്പിച്ചു. വതുസബ്ബിഹുൽ മലായികതു ബിതസ്ബീഹി, മുത്തുനബിയുടെ ആത്മാവ് കൊണ്ട്, ആ തൊട്ടുമുമ്പ് പറഞ്ഞ ഹദീസിൽ തന്നെയുണ്ട് മലക്കുകളെ പടച്ചു എന്ന്. ആ മലക്കുകളെ പടച്ച ശേഷം അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തസ്ബീഹിനനുസരിച്ച് അവരും അതേ തസ്ബീഹുകൾ ചൊല്ലി. അപ്പൊ ആദ്യം തസ്ബീഹ് ചൊല്ലിയ ആളാരാണെന്ന് ചോദിച്ചാൽ, ആദ്യത്തെ മുഅ്മിൻ ആരാണെന്ന് ചോദിച്ചാൽ, ആദ്യത്തെ സൃഷ്ടികളിലെ ആദ്യത്തെ മുഅ്മിൻ ആരാണെന്ന് ചോദിച്ചാൽ അത് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി. സൃഷ്ടികളിൽ ആദ്യത്തെ മുവഹിദ് ആരാണെന്ന് ചോദിച്ചാൽ അത് നബീനാ മുഹമ്മദ് റസൂലുള്ളാഹി. സൃഷ്ടികളിലെ ആദ്യത്തെ മുസബ്ബിഹ് ആരാണെന്ന് ചോദിച്ചാൽ അത് നബീനാ മുഹമ്മദ് റസൂലുള്ളാഹി. ഞാൻ എന്റെ സൃഷ്ടികളിൽ ആദ്യത്തെ മുഅ്മിൻ എന്ന് പറഞ്ഞത് അത് ഇമാം അബുൽ ഹസൻ അശ്അരി തങ്ങൾക്ക് ഒരു കിതാബുണ്ട്, അൽ ഈമാൻ ഖദീമൻ അം ഹദീസ്, ഈമാൻ ഖദീമാണോ ഹദീസാണോ എന്നൊരു ചർച്ചയുള്ള ഒരു കിതാബുണ്ട്. ഇവിടെ ഉണ്ട് ആ കിതാബ്, അത് ഞാൻ നോക്കിയിട്ടുണ്ട്. അതിന്റെ ചട്ടം നോക്കി പോന്നതല്ല, അങ്ങനെ നോക്കലുണ്ട്. ആ നോക്കലല്ല, അത് മുഴുവൻ നോക്കിയിട്ടുണ്ട്. അതിൽ ആദ്യത്തെ മുഅ്മിൻ അല്ലാഹു ആണെന്നാണ് പറയുന്നത്. അത് തന്നെയല്ലേ ശരി? അള്ളാഹുവിന്റെ പേരുകളെ കൂട്ടത്തിൽ മുഅ്മിൻ എന്ന് പേര് കാണാം. ആദ്യത്തെ മുഅ്മിൻ അള്ളാഹുവാണ്, അത് സൃഷ്ടാവാണ്. നമ്മൾ സൃഷ്ടികളിൽ ആദ്യത്തെ മുഅ്മിൻ എന്ന് പറയുന്നതിന്റെ താല്പര്യം അതാണ്. ഇത് മനസ്സിലാക്കാൻ ഇൽമുൽ കലാം ഓതിയാൽ നല്ലപോലെ മനസ്സിലാവും. ഈമാൻ എന്താണെന്നും ഒക്കെ മനസ്സിലാക്കിയാൽ. അങ്ങനെ മലക്കുകൾ ആദ്യമായി തസ്ബീഹ് ചൊല്ലിയത് മുത്തുനബിയാണ്. തസ്ബീഹിന്റെ എന്തൊക്കെ സിഗകളും പദങ്ങളും പ്രയോഗങ്ങളും ഉണ്ടോ അത് മുഴുവനും ചൊല്ലിയത് മുത്തുനബി തങ്ങളാണ്. ആദ്യമായി സുജൂദ് ചെയ്തത് മുത്തുനബിയാണ്. ആദ്യത്തെ സൃഷ്ടി മുത്തുനബിയാണ്. ആദ്യമായി അലസ്തു ബി റബ്ബിക്കും എന്ന് പറഞ്ഞപ്പോൾ ബല എന്ന് ആദ്യമായി പറഞ്ഞത് മുത്തുനബിയാണ്. യാനത്തിലും മറ്റു പല കിതാബിലും കാണാൻ കഴിയും. ആദ്യമായി ബല എന്താണ്? അലസ്തു ബി റബ്ബിക്കും ഖാലു ബല വനഹനു അലാ വഅന അലാ റബ്ബിക. നിസ്കാരത്തിൽ ചെല്ലണ പറഞ്ഞത് അഹ്കമുൽ ഹക്കീമീൻ ബല വഅന അലാ ദാലികും ഷാഹിദീൻ. അത് ഫുർഖാനല്ല. എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ആയത്തായതുകൊണ്ട് നമുക്ക് ഇഷ്ടത്തിന് ചെല്ലാൻ പറ്റില്ല, മായനോണ്ട് റിപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. ഏതൊരു വഹാബി പറഞ്ഞാൽ ആയത്ത് ലൈഫാണ്, അങ്ങനൊന്നും പറയാൻ തലയിൽ ചോറുള്ള എനിക്ക് പറ്റൂല, തലനുള്ള എനിക്ക് പറ്റൂല. ഒരു ചിരട്ടായിട്ട് ഒരു ഉണ്ട തലമ വെച്ച് ബോഡി വെച്ച് കൊടുത്തവർക്ക് എന്തും പറയാലോ. ഖുർആനിന്റെ ആയത്തുകളോ എന്നിലും ഒരു ലഫ്ദിനെ പോലും മാറ്റാൻ പറ്റൂല, മാറിപ്പോകാറുണ്ട്. അതിന് പറ്റില്ല. പക്ഷെ സൂക്ഷിക്കണം നമ്മൾ നല്ല. ഫലമ്മ ഖലഖല്ലാഹു തആല ആദം, അങ്ങനെ ആദം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു പടച്ചപ്പോൾ അലൈഹിസ്സലാം
പടച്ചപ്പോൾ എന്ന് പറഞ്ഞാൽ പടക്കാൻ ഉദ്ദേശിച്ചപ്പോൾ ആദം നബി അലൈഹി ഇസ്ലാമിനെ പടച്ചതിന് ശേഷമല്ല മുത്തുനബിയെ ആദം നബിയിൽ അല്ലാഹു തആല ചേർത്തത്. അപ്പോൾ പടച്ചപ്പോൾ എന്ന് പറഞ്ഞാൽ പടക്കാൻ ഉദ്ദേശിച്ചപ്പോൾ. അങ്ങനെ എത്രയോ ഖുർആനിലും ആയത്തിലും ഒക്കെ പ്രയോഗങ്ങൾ ഉണ്ടല്ലോ. അൽഖാ ദാലിക്കൻ നൂറ ഫീ തുയിനതി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആദം നബി അലൈഹി ഇസ്ലാമിനെ വേണ്ടി പടക്കാൻ വേണ്ടി എടുത്ത കളിമണ്ണിൽ മുത്തുനബി അലൈഹി ഇസ്ലാമിന്റെ ആത്മാവിനെ അല്ലാഹു തആല വെച്ചു. അപ്പൊ കളിമണ്ണിൽ വെക്കണമെങ്കിൽ ആദം നബിനെ പടക്കണം മുമ്പാവണം. അപ്പൊ ആദം നബിനെ പടച്ചപ്പോൾ എന്നാൽ പടക്കാൻ ഉദ്ദേശിച്ചപ്പോൾ മുത്തുനബിന്റെ നൂറിനെയാണ് ആദം നബിയിൽ അല്ലാഹു തആല വെച്ചത്. അങ്ങനെ ആദം നബിയെ പടക്കപ്പെട്ടു, സുജൂദ് കൽപ്പിക്കപ്പെട്ടു. അതിന് കാരണവും മുത്തുനബിയാണെന്ന് ഇമാമിങ്ങൾ പലരും പറഞ്ഞിട്ടുണ്ട്. ആദം നബിക്ക് സുജൂദ് ചെയ്യാൻ പറഞ്ഞത് ആദം നബി അലൈഹി ഇസ്ലാമിൽ മുത്തുനബിന്റെ നൂറുണ്ടായതുകൊണ്ട് മുത്തുനബിന്റെ നൂറിനാണ് സുജൂദ് ചെയ്യാൻ യഥാർത്ഥത്തിൽ പറഞ്ഞിട്ടുള്ളത് എന്ന് എത്രയോ സൂഫിയാക്കളും അയിമത്തും പറഞ്ഞിട്ടുണ്ട്. ഫഅഹ്ബതനി അല്ലാഹു, അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ ഇറക്കി ഫീ സുൽബി ആദം, ആദം നബി അലൈഹി ഇസ്ലാമിലായിട്ട് ഇലൽ അർളി, ഭൂമിയിലേക്ക് ഇറക്കി. ആദം നബി അലൈഹി ഇസ്ലാം സ്വർഗ്ഗലോകത്ത് നിന്ന് ഭൂമിയിലേക്ക് വന്നപ്പോൾ മുത്ത് റസൂലുള്ളാഹി തങ്ങൾ ഭൂമിയിലെത്തി. ഇത് മുത്തുനബി തങ്ങൾ പറയുകയാണ്. വജഅലനി, എന്നെ ആക്കി ഫി സഫീനത്തി, കപ്പലിൽ, ഫി സുൽബി നൂഹ് അലൈഹിസ്സലാം, നൂഹ് നബി അലൈഹിസ്സലാമിന്റെ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ മുതുവിലാക്കി. ഉസ്താദ് പറയുന്നു, ഖാല സയ്യിദ് ദഹ്ലാൻ, സൈനി ദഹ്ലാൻ പറഞ്ഞു, സഹഫി അഹാദീഥ കസീറ അന്നഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഫി സുൽബി നൂഹ് അലൈഹിസ്സലാം ഹീന റകബ സഫീന. ആ കപ്പലിൽ കയറിയപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദം നബി നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ മുതുവിലുണ്ടായിരുന്നു. ഇബ്രാഹിം നബിന്റെ മുതുവിലുള്ള ഹദീസുകൾ നമ്മൾ മുമ്പ് വായിച്ചു. ആ ഹദീസും സഹിയാണ്, ഈ ഹദീസും സഹിയാണെന്ന് സൈനി ദഹ്ലാൻ തങ്ങൾ പറയുന്നു. നൂഹ് നബി അലൈഹി ഇസ്ലാം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ മുതുവിലുണ്ടായതുകൊണ്ട്, ശരീരത്തിലുണ്ടായതുകൊണ്ട് തന്നെ ആ വെള്ളപ്രളയത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് മഹാന്മാര് പറയുന്നു. അതാണ് വസ്തഗാത ബിഹി നൂഹിന്റെ ഒരു ലക്ഷ്യമെന്ന് നമുക്ക് മനസ്സിലാക്കാം. നൂഹ് നബി അലൈഹി ഇസ്ലാം സഹായമാക്കിയത് മുത്തുനബിയാണ്. തജ്രീ ബി അയ്നിന എന്നുള്ള തഫ്സീർ, ബി ഔലിയാഇന എന്നുള്ള തഫ്സീർ ഇന്നലെ നമ്മൾ ഉദ്ധരിച്ചു. വജഅലനി, എന്നെ ആക്കി ഫി സുൽബിൽ ഖലീൽ ഇബ്രാഹിം അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ അലൈഹിസ്സലാമിൽ അല്ലാഹു തആല ആക്കിയപ്പോൾ ഹീന ഖുദിഫ ബിഹി ഫിന്നാർ, തീയിൽ, നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ എറിയപ്പെട്ടപ്പോൾ ഇബ്രാഹിം നബിയുടെ കൂടെ ഞാനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് മുത്തുനബി തങ്ങളുടെ നൂറുണ്ടായത് കൊണ്ടാണ് അല്ലാഹു തആല ആ തീയിനെ തണുപ്പിലാക്കിയത്. ചൂടാക്കാനും തണുപ്പാക്കാനും അല്ലാഹു തആല തന്നെ ബന്ധപ്പെടണം. ചൂടാക്കാൻ ബന്ധപ്പെട്ടാൽ ചൂടാവും, തണുപ്പാക്കാൻ ബന്ധപ്പെട്ടാൽ തണുപ്പാവും. അങ്ങനെ തണുപ്പാക്കിയത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാരണത്താലാണെന്ന് ഇമാമിങ്ങൾ പറയുന്നു. വജഅലനി വലം യസൽ, അങ്ങനെ അല്ലാഹു തആല യൻകുലുനി, എന്നെ നീക്കി റബ്ബി, എന്റെ റബ്ബ്, മിനൽ അസ്ലാബിൽ കരീമത്തിൽ ഫാഖിറ, മിനൽ അസ്ലാബി, സുൽബുകളിൽ നിന്ന്, മുതുകളിൽ നിന്ന്, അഥവാ പിതാക്കന്മാരുടേതാണ് മുതു എന്ന് പറയുന്നത്. ഉമ്മമാരാകുമ്പോ ഗർഭപാത്രം എന്നാണ് പറയാ. മുതുക്കളിൽ നിന്ന്, അഥവാ ഉപ്പമാരുടെ മുതുക്കളിൽ നിന്ന്. ഏത് ഉപ്പമാര്? കാഫിറായ ഉപ്പമാരല്ല. അൽ കരീമത്തിൽ ഫാഖിറ, മഹാന്മാരായ ഉപ്പമാര്. അൽ ഫാഖിറ, പവറുള്ളതായ മഹാന്മാരായ ഉപ്പമാർ.
ആ ഉപ്പമാരുടെ അസ്ലാബിൽ നിന്ന് മുതുവിൽ നിന്ന് ഇലൽ അർഹാമി സക്കിയത്തി ത്വാഹിറ ശുദ്ധമതികളായ ആത്മാവിൻ ഗർഭമാത്രമുடைய സ്ത്രീകളിലേക്ക് അഥവാ നബി തങ്ങളുടെ ഉപ്പ ഉമ്മമാർ ആദം നബി അലൈഹിസ്സലാം വരെ ഒരു കാഫിറോ ഒരു ഫാസിഖോ ഒരു മോശപ്പെട്ടവനോ ഇല്ല. എല്ലാവരും ത്വാഹിരീങ്ങളും കരീമീങ്ങളുമാണ്. കുഫറിനേക്കാൾ വൃത്തികേട് വേറൊന്നില്ല. എന്നാൽ ഇവിടെ പറഞ്ഞത് അൽ കരീമത്തിൽ ഫാഖിറ എന്നാണ്, മറ്റേത് പറഞ്ഞത് അൽ അർഹാമി സക്കിയത്തി ത്വാഹിറ എന്നാണ്. കുഫറിന് ത്വാഹിർ എന്ന് പറയുകയില്ല. ഇമാം സുയൂത്തി ഈ കാര്യം പ്രത്യേകം തുറന്നു പറയുന്നു. ഈ ഹദീസിന്റെ വസ്തുത എന്തായിരുന്നാലും മഹത്വം പറയുമ്പോൾ ഏത് മൗലു അല്ലാത്ത ഏതൊരു ഹദീസും സ്വീകരിക്കാമെന്നതിൽ യാതൊരു തർക്കവുമില്ല എന്ന് ഇമാം നവവി തങ്ങൾ പറയുന്നു. ഇത് വിശുദ്ധ ഖുർആൻ തുറന്നു പറഞ്ഞ കാര്യമാണ്. വതഖല്ലുബക ഫിസ്സാജിദീൻ നബിയേ അല്ലദീ യറാക ഹീന തഖൂം വതഖല്ലുബക ഫിസ്സാജിദീൻ തങ്ങൾ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ തങ്ങളെ ശരിക്ക് നിയന്ത്രിക്കുന്നതായ അല്ലാഹുവാണ് സത്യം. അല്ലാഹുവാണ് അങ്ങനത്തെ റബ്ബാണ്. മാത്രമല്ല വതഖല്ലുബക ഫിസ്സാജിദീൻ തങ്ങൾ ഒരു ഉപ്പയിൽ നിന്ന് ഒരു ഉപ്പയിലേക്ക്, ഒരു ഉപ്പയിൽ നിന്ന് ഒരു ഉമ്മയിലേക്ക്, പിന്നെ ആ ഉമ്മയിൽ നിന്ന് ഒരു ഉപ്പയിലേക്ക്, പിന്നെ ആ ഉപ്പയിൽ നിന്ന് ഒരു ഉമ്മയിലേക്ക്, ഇങ്ങനെ 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 തനക്കുലായിക്കൊണ്ട് തനക്കൽത ഫീ അസ്ലാബി അർബാബി സൂദദി എന്ന് പറഞ്ഞ പോലെ നീങ്ങി 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 തങ്ങൾ വരുമ്പോൾ അതിന് പറ്റിയ ഗർഭപാത്രങ്ങളും അതിന് പറ്റിയ വ്യക്തികളിലേക്കുമായി തങ്ങളെ നീക്കിയ അല്ലാഹു. വതഖല്ലുബക ഫിസ്സാജിദീൻ എന്നതിന്റെ അർത്ഥം മിൻ സാജിദിൻ ഇലാ സാജിദ് മിൻ മുഅ്മിനിൻ ഇലാ മുഅ്മിൻ. അല്ലാഹുവിന് വഴിപ്പെടുക മാത്രമല്ല സുജൂദിലായി കഴിയുന്ന അത്യുന്നതരായ ഔലിയാക്കളായ മഹാന്മാർ, മഹാന്മാരിലൂടെ അല്ലാഹു തആല അബ്ദുള്ള എന്നവരിലേക്കും ആമിന എന്നവരിലേക്കും തങ്ങളെ എത്തിച്ചു എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുന്നു. ഇതിന്റെ അർത്ഥം അങ്ങനെയാണെന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ്. റഈസുൽ മുഫസ്സിരീൻ വിശുദ്ധ ഖുർആനിന്റെ അർത്ഥം പറയാൻ വളരെ കൽപ്പുറ്റവരും മുത്തുനബി തങ്ങൾ ഖുർആനിന്റെ അർത്ഥങ്ങൾ ഇബ്നു അബ്ബാസ് തങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കണമെന്ന് ദുആ ചെയ്യുകയും ചെയ്തത് ലോകപ്രസിദ്ധമായ സംഭവമാണ്. അത് വിശുദ്ധ സഹീഹ് ബുഖാരിയിലും കാണാവുന്നതാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തഫ്സീർ ഒരു മുഅ്മിനിൽ നിന്ന് ഒരു മുഅ്മിനിലേക്ക് എന്നാണ്. ഈ തഫ്സീർ ഷിയാക്കളുടേതാണെന്ന് ആരോപിച്ചതിനെ ഇബ്നു ഹജർ കർക്കശമായി ഗണ്ണിച്ചിട്ടുണ്ട്. അവിടുത്തെ മിനഹുൽ മക്കിയെ നോക്കിയാൽ അത് കാണാവുന്നതാണ്. മറ്റു പണ്ഡിതന്മാരും ഗണ്ണിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതാക്കന്മാരെ കാഫറും അതുപോലെ തന്നെ മുശ്രിക്കുമായി ചിത്രീകരിക്കുന്നവര് വല്ലാത്ത വേദനയുള്ള പണിയാണ് നടത്തുന്നത്. അള്ളാഹുവിന്റെ റസൂലിന്റെ ഉമ്മയെ ഉപ്പയെയും കാഫിറാക്കുന്നവർ, ആ പരമ്പര തന്നെ കാഫിറാക്കുന്നവർ, അതിനൊന്നും യാതൊരു അർത്ഥവുമില്ല. വ്യക്തമായ രേഖ കൊണ്ട് തെളിയിക്കാൻ അത് സാധ്യവുമല്ല. വിശുദ്ധ ഖുർആൻ ഇങ്ങനെ പറയുമ്പോൾ ഇനി ഏതെങ്കിലും ഹദീസുകളിൽ തോന്നിപ്പിക്കുന്ന വാക്കുണ്ടെങ്കിൽ അതിനെ തഅ്വീൽ ചെയ്യണമെന്ന് ഇമാം സുയൂത്തി തങ്ങൾ പറയുന്നു. അങ്ങനെ തോന്നിപ്പിക്കുന്ന വല്ല വാക്കുകളും ഉണ്ടെങ്കിൽ അതിനെ വ്യാഖ്യാനിച്ച് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്ന് ഇമാം സുയൂത്തി അടക്കമുള്ള പണ്ഡിതന്മാർ പറയുന്നു. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനിൽ ആബാ ഉമ്മഹാത്തിന്റെ വലുപ്പം പറഞ്ഞിട്ടുണ്ട്. വതഖല്ലുബക ഫിസ് സാജിദീൻ എന്നോ ഫിൽ മുഅ്മിനീൻ എന്നോ ഫിൽ മുസ്ലിമീൻ എന്നല്ല പറഞ്ഞു. സാജിദീൻ അല്ലാഹുവിന് 100 വഴിപ്പെട്ട് സുജൂദിൽ കഴിയുന്ന മഹാന്മാർ എന്നാണ് ആദം നബി മുതൽക്ക് അബ്ദുള്ള തങ്ങൾ വരെയുള്ള അല്ലെങ്കിൽ ആമിനാവി വരെയുള്ളവരെ പറ്റി അല്ലാഹു തആല പറഞ്ഞത്. ആ പരമ്പരക്ക് യാതൊരു തകരാറുമില്ല. ചിലർ അബ്ദു മനാഫ് എന്ന് പറഞ്ഞ് ആ പേരിനെ തളർത്തുന്നവരുണ്ട്. അത് പല കിതാബുകളിലും പലരും ഉദ്ധരിച്ച സ്ഥലത്ത് പിഴച്ചുപോയിട്ടുണ്ട്. അബ്ദു മനാത്ത് എന്നാണ് അസ്ല്, അതിനെ മനാഫി എന്നാക്കിയതാണെന്നതിനെ എന്നാണ് ചിലരെല്ലാം പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്, മുത്ത് റസൂലുള്ളാഹി തങ്ങളുടെ മുതഹറായ ഈ നസബ, ലോകത്തെ ഏറ്റവും നല്ല നസബ, ഏറ്റവും വലിയ തറവാട്, ഏറ്റവും വലിയ പരമ്പര. ഈ പരമ്പര പോലെ ലോകത്തൊരു പരമ്പര ഇല്ല. അതും ഖുർആൻ പറഞ്ഞ പരമ്പര. ഖുർആൻ സാജിദീങ്ങൾ എന്ന് പറഞ്ഞ ഉപ്പമാർ
ഉപ്പമാരിൽ ഒരു ഉപ്പയായ അബ്ദുമനാഫിനെ അബ്ദുമനാത്ത് എന്നായിരുന്നു ആദ്യകാലത്ത് എന്ന് പറയുന്നതിനേക്ക് ഒരു രേഖയുണ്ടെങ്കിൽ തർക്കടില്ല, ഒരു രേഖയുണ്ടെങ്കിൽ തർക്കടില്ല. അങ്ങ് പറയ തന്നെ ഇത് എന്താണ് പറയുന്നത് എന്ന് ഓർമ്മയില്ലാതെ പറഞ്ഞു പോയ ചില വലിയ ആളുകളും ഇത് പല സ്ഥലത്തും കാണാൻ കഴിയും. മനാത്തി എന്ന ബിംബമായിരുന്നു അതിന്റെ പേര്, പിന്നെ മനാഫി എന്നാക്കിയതാണ്. സുബ്ഹാനല്ലാഹ്, വല്ലാത്ത കഷ്ടത തന്നെ. അതൊരിക്കലും ശരിയല്ല. അബ്ദുമനാഫി എന്നത് അബ്ദുമനാത്തി എന്നതിന് പോന്നതാണെന്ന് ഒരു രേഖയുമില്ല. ഷിർക്കാണ് ആരോപിക്കുന്നത്, മദ്ഹല്ല പറയുന്നത്. ലൈഫായ ഹദീസ് കൊണ്ട് അതിൽ തെളിവിന് പറ്റുകയില്ല. ഇത് ജർഹാണ്. മുത്തുനബിയുടെ വിശുദ്ധ ഖുർആൻ പറഞ്ഞ ഈമാനുള്ള ഉപ്പ എന്ന് പറഞ്ഞ അബ്ദുമനാഫിനെ മുശ്രിക്കാക്കാനും അല്ലെങ്കിൽ അവരുടെ ഉപ്പനെ മുശ്രിക്കാക്കാനും വേണ്ടി ഉദ്ധരിക്കുന്ന ഈ ചരിത്രം ഒരിക്കലും തന്നെ ദഈഫായതുകൊണ്ട്, അങ്ങനെ ദഈഫായ ഹദീസിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് സ്വീകരിക്കാൻ പറ്റുകയില്ല. സ്വഹീഹായ ഹദീസിൽ വരണം, എങ്കിലേ ജർഹ് സ്വീകരിക്കുകയുള്ളൂ. ഫളിൽ പറയാൻ, ബഹുമാനം പറയാൻ ദഈഫ് വന്നാലും മതി. കുറ്റം പറയണമെങ്കിൽ സ്വഹീഹായ ഹദീസ് തന്നെ വേണം. ഇത് പണ്ഡിതന്മാർക്ക് എല്ലാവർക്കും അറിയുന്ന തത്വമാണ്. എന്നിട്ട് പല ഗ്രന്ഥങ്ങളിലും ശ്രദ്ധിക്കാതെ ഇത് പറ്റിപ്പോയിട്ടുണ്ട്. റസൂലുള്ളാഹിന്റെ വലിയപ്പമാരിൽ അബ്ദുമനാത്ത് അല്ല, ഒരിക്കലുമല്ല. പിന്നെ എന്താണ്? ഇൻഷാ അല്ലാഹ് പിന്നീട് നമുക്ക് പറയാം. ബഹുമാനപ്പെട്ട മുത്ത് റസൂലുള്ളാഹിന്റെ പരമ്പരയിൽ ഒരു കാഫിർ ഉണ്ടെന്ന് വിശ്വസിക്കുന്നത് വലിയ അപകടമാണ്, ഈമാനിന് തകരാറ് പറ്റിപ്പോകുന്നതാണ്. അതാണ് ഇലൽ അർഹാമി സക്കിയത്തി ത്വാഹിറ ഹത്താ അങ്ങനെ അഖ്റജനി അല്ലാഹു സുബ്ഹാനഹു തആല എന്നെ കൊണ്ടുവന്നു. മിൻ ബൈനി അബവയ്യ, എൻ്റെ ഉപ്പയുടെയും ഉമ്മയിൽ നിന്നും കൊണ്ടുവന്നു. വലം യൽതഖിയ, ആ ഉപ്പയും ഉമ്മയും ഒരുമിച്ച് കൂടിയവരല്ല. അലാ സിഫാഹിൻ, ജാഹിലിയ കാലത്ത് സിഫാഹ് കൊണ്ടാണ് പലരും ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. സിഫാഹ് എന്ന് പറഞ്ഞാൽ മതപരമായ അല്ലെങ്കിൽ നാട്ടുനടപ്പിലുള്ള നിക്കാഹ് നടക്കാതെ ഒരു പെണ്ണുമായി ഒരുമിച്ച് കൂടുക, വെള്ളാട്ടിയല്ലാത്തൊരു പെണ്ണുമായി ഒരുമിച്ച് കൂടുക, വ്യഭിചാരം എന്ന് പറയാം. അങ്ങനെ ഒരു ബന്ധത്തിലല്ല എൻ്റെ ഉപ്പയും ഉമ്മയും ഒരുമിച്ച് കൂടിയത്. എൻ്റെ ഉപ്പയും ഉമ്മയും എന്ന് മാത്രമല്ല, ആദം നബി വരെയുള്ള രണ്ട് മാതാപിതാക്കള് പരമ്പര ലം യൽതഖിയ എന്ന് പറഞ്ഞാൽ രണ്ട് ഫരീഖും ഒരുമിച്ച് കൂടിയിട്ടില്ല. ഉമ്മ ഉപ്പ ആരും തന്നെ ആദം നബി അലൈഹിസ്സലാം വരെയുള്ള ആരും തന്നെ ഒരുമിച്ച് കൂടിയിട്ടില്ല. അലാ സിഫാഹും ഒരുമിച്ച് കൂടിയിട്ടില്ല. അഥവാ അനധികൃതമായി ഒരിക്കലും പാടില്ലാത്ത ബന്ധത്തിൽ ഒരുമിച്ച് കൂടിയിട്ടില്ല. അപ്പോ നിർത്തുകയാണ്. അലാ സിഫാഹിൻ ഖത്ത്, ഒരു ഖത്തുണ്ട് അവിടെ, തീരെ ഒരുമിച്ച് കൂടിയിട്ടില്ല. അതിന് ഉസ്താദ് അർത്ഥം പറഞ്ഞത് എന്താ? ഫലം യൽതഖി അഹദും മിൻ ഉസൂലിഹി ഇലാ ആദമ വ ഹവ്വ ശൈഅൻ മിൻ സിഫാഹിൽ ജാഹിലിയ്യ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉസൂൽ അടിത്തറയായ ഉപ്പുമ്മമാര് ആദം നബി അലൈഹിസ്സലാം മുതൽക്ക് അവ്വാബിയും ആദം നബി വരെയുള്ള ഒരാളിലും ഈ വിഷയം ഉണ്ടായിട്ടില്ല, സിഫാഹ് ഉണ്ടായിട്ടില്ല. ഇതാണ് വലം യൽതഖിയ എന്നതിന് ഞാൻ ആ ഉപ്പുമ്മമാരെന്ന വിഭാഗം എന്നർത്ഥം പറഞ്ഞത്. തീരെ ഒരാളും അമുസ്ലിം ഉണ്ടായിട്ടില്ല. വഹാബി മാത്രമാണ് അത് പരസ്യമായി പ്രസംഗിക്കുകയും ചെയ്യുന്നത്. അമിന ബീവിനെ സിയാറത്ത് ചെയ്തിറങ്ങിയപ്പോൾ അവിടെ ഒരു വഹാബി വന്ന് അവിടെ വണ്ടി നിർത്തി. അപ്പൊ അമിന ബീവി റളിയല്ലാഹു അൻഹ സിയാറത്ത് ചെയ്ത സന്തോഷത്തിലാണ് ഞങ്ങളെല്ലാം പിടികൂടി ഞങ്ങൾ. എന്നിട്ട് അയാൾ എന്നോട് പറഞ്ഞു എന്റെ ഹജ്ജ് ബാത്തിലേക്ക് ഓന്റെ തലമേല ഹജ്ജ് എടുക്കണം, നമ്മൾ ഹജ്ജ് എടുക്കണം, ഓനാണ് അല്ലാഹ്, എന്റെ ഹജ്ജ് ബാത്തിലേക്ക് ഇജ്ജ് കാഫറത്തിനെ സിയാറത്ത് ചെയ്ത്. സുബ്ഹാനല്ലാഹ്, ഇവിടുന്നേറ്റാണെങ്കിൽ അറിയാതെ കൈ പൊന്തിപ്പോവും. അറിഞ്ഞു പൊന്തിയാലും മോശമാണ്, അറിയാതെ കൈ പൊന്തിപ്പോവും. നീ കാഫറത്തിനെയാണ് സിയാറത്ത് ചെയ്തത്, അതോടുകൂടെ എന്റെ ഹജ്ജ് ബാത്തിലായി. കാഫറത്തിന് സിയാറത്ത് ചെയ്തത് ഹജ്ജ് ബാത്തിലായല്ല. നീ കാഫറത്ത് ആണെങ്കിൽ തന്നെ ഒരു കാഫറിന് സിയാറത്ത് ചെയ്തുകൊണ്ട് ഹജ്ജ് ബാത്തിലാവും.
മുബാഹായ ഒരു സംഗതി ചെയ്ത് ഫാത്തിയോത് യാസീനോദി എന്നെല്ലാം പറഞ്ഞു കേട്ടോ. നമ്മൾ യാസീനൊക്കെ ഓതിക്കുന്ന ആമിന ബി മഹദിയാണ്. അത് യാതൊരു സംശയവും മുസ്ലിമീങ്ങൾക്കില്ല. ഓനക്കുണ്ടോ എന്നുള്ള വേറെ കാര്യം. എന്നിട്ട് എന്നോട് പറയാം, ജി എന്തും കണ്ടിട്ടാ ഓതിയത്? ഒരു മുത്തവല്ലേ, ഒരു മൂല്യരല്ലേ? ജി ഇത് എന്തും കണ്ടിട്ടാ ഓതിയത്? അബ്ദുറഹ്മാൻ സുദൈസ് ഇവിടെ അടുത്ത നാടായ അൽ ഖസീമിലാണ്. അബ്ബവാഹിന്റെ അടുത്താണ് അൽ ഖസീം. അൽ ഖസീം, യാംബോ പോലുള്ള സ്ഥലങ്ങളൊക്കെ ഏകദേശം അടുത്താണെന്നാണ് എൻ്റെ ഓർമ്മ. ഏതായിരുന്നാലും അൽ ഖസീം, ത്വായിഫ് അതൊക്കെ നമ്മുടെ പ്രകൃതിയുള്ള നാടുകളാണ്. ആ അൽ ഖസീമിലാണ് അബ്ദുറഹ്മാൻ സുദൈസി ഉള്ളത്. അതെനിക്കറിയാം. അയാള് മക്കത്തെ ഇമാമാണ്. അയാള് ഇതിലൂടെ എപ്പോഴും ഈ റോഡിലൂടെയാണ് യാത്ര ചെയ്യാറുള്ളത്, ഹറമിലേക്ക് പോകാറുള്ളത്. ഇന്ന് വരെ ഇവിടെ സിയാറത്ത് ചെയ്തിട്ടില്ല. ഇനി ഏറെന്നായി ഞാൻ അബ്ദുറഹ്മാൻ സുദൈസി എന്റെ റബ്ബ്. അബ്ദുറഹ്മാൻ സുദൈസിക്ക് തോന്നിയത് ചെയ്യുന്നതിന് മനസ്സിന് ഉത്തരവാദിയല്ല. അബ്ദുറഹ്മാൻ സുദൈസിയാണ്, സുന്നിയൊന്നുമല്ല. അയാള് സുന്നിയാണെന്ന് വെറുതെ പറയാണ്. അയാൾ അമ്പലി മദ്ഹബുകാരനാന്ന് പറയുന്നല്ലാതെ കണ്ട് അയാൾ മുത്ത് റസൂലുള്ളാഹിനെ സിയാറത്ത് ചെയ്യാൻ പോകൽ, ലക്ഷ്യം വെച്ചുകൊണ്ട് മദീനയിലേക്ക് പോകൽ ബിദ്അത്താണെന്ന് പ്രസംഗിക്കുന്നത് എന്റെ കാതുകൊണ്ട് ഞാൻ ഹറമിൽ നിന്ന് കേട്ടതാണ്. കഅബാലയത്തിന്റെ ഒരു ഭാഗത്തിനും ബറക്കത്തില്ല, അതിനെ മുത്തുന്നത് പാടില്ല എന്ന് പ്രസംഗിക്കുന്നത് ഞാൻ എന്റെ കാതുകൊണ്ട് കേട്ടതാണ്. അബ്ദുറഹ്മാൻ സുദൈസി ചില ഇത്തുകാരൊക്കെ പറയും, ഞങ്ങൾ സംസാരിച്ചു നോക്കുമ്പോ ഭയങ്കര മഹാനാണ്. ആ മഹാൻ തന്നെയാണ്, മീമിന് ലൊമ്മയ്യണമെന്നുള്ളൂ. അബ്ദുറഹ്മാൻ സുദൈസി പച്ച മുബ്തദിയാണ്. ബഹുമാനപ്പെട്ട മാലിക്കി തങ്ങളെ പറ്റി കറാമത്ത് എഴുതിയ ഒരു മഹാന്റെ എഴുത്തിൽ ഞാൻ വായിച്ചു, കിതാബിൽ ഞാൻ വായിച്ചു. മാലിക്കി തങ്ങളെ കാണാൻ വന്നു അബ്ദുറഹ്മാൻ സുദൈസി. എന്നിട്ട് കണ്ടിട്ട് അയാള് പോയപ്പോ മാലിക്കി തങ്ങളെ കാണാൻ വന്നിക്ക. മക്കത്തെ ഇമാമായ ആള് മുഹമ്മദ് മാലിക്കി തങ്ങളെ മർക്കസിന്റെ ശിലാസ്ഥാപകനായ സുന്നിയായ മാലിക്കി തങ്ങളെ കാണാൻ വന്നു. കണ്ടുപോയതിന് ശേഷം മാലിക്കി തങ്ങൾ അടുത്തുള്ളവരോട് പറയുകയാണ്, ആ പറഞ്ഞ ആളുകളൊക്കെ അവിടെ പറയുന്നുണ്ട് ആ കിതാബില്. എന്താ പറഞ്ഞറിയോ? എന്റെ മയ്യത്ത് അവൻ നിസ്കരിക്കുകയില്ല, എന്നെ അവൻ മുബ്തദിയാക്കി കാഫിറാക്കിയവനാണ്. അത് തന്നെയാണല്ലോ ഉണ്ടായത്. മാലിക്കി വഫാത്തായിട്ട് ഇന്ന് കിടക്കുന്നത് ജന്നത്തുൽ മഅലയിൽ മാലിക്കിയ ബുക്കായത്തിലാണ് അവർ കിടക്കുന്നത്. ഖദീജ ബീവിന്റെ അവിടെ നിന്നിട്ട് ഇറങ്ങി വരുന്ന ബുക്കായത്താണ്. ആ കെട്ടാണ് മാലിക്കിയ കെട്ട്. അതിലാണ് മാലിക്കികൾ ഉള്ളത്. അവർക്ക് അവിടെ പ്രത്യേക സ്ഥാനവുമുണ്ട് ജന്നത്തുൽ ബഖയിൽ, ജന്നത്തുൽ മഅലയിൽ. അവിടെ ആണ് മറവ് ചെയ്യപ്പെട്ടത്. അവിടേക്ക് അന്ന് ആയിരക്കണക്കിന് 10,000-കണക്കിന് ശിഷ്യന്മാരോടുകൂടെ മയ്യത്ത് കൊണ്ടുവന്ന് ഹറമിൽ കൊണ്ടുവന്ന് മയ്യത്ത് നിസ്കരിക്കുമ്പോൾ ഇമാമത്തിൽ നിന്ന് മാറി നിന്നിട്ട് അപ്പുറം നിന്ന് നോക്കിക്കണ്ട ആളാണ് അബ്ദുറഹ്മാൻ സുദൈസി എന്ന് പറയുന്ന മനുഷ്യൻ. ഇയാളാണ് സുന്നി. അള്ളാഹു ആകാശത്താണെന്ന് പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇയാളങ്ങട്ട് അറമ് കിടുക്കണമായി ഓതുവല്ലോ. ഇനി അറുമ്പ് കിടുക്കണമായി ഓതലായി മുസ്ലിമാന്നുള്ള തെളിവ് കിടുക്കാൻ എനിക്കും വച്ചുണ്ടാക്കാനൊക്കെ. കിടുക്കിയതുകൊണ്ടോ അല്ലെങ്കിൽ ഇടുക്കിയതുകൊണ്ടൊന്നും കാര്യമില്ല. മുസ്ലിം ആകണം അപ്പോളെ, അല്ലെങ്കിൽ സുന്നി ആവണം. അള്ളാഹു ആകാശത്താണെന്ന് പറഞ്ഞാൽ കാഫിറാവൂലേ? കഅബാലയത്തിന്റെ ഒരു ഭാഗത്തിന് പ്രത്യേകതയില്ല. ഹജറുൽ അസ്വദിന് മാത്രമേ ചുംബിക്കാൻ പ്രത്യേകതയുള്ളൂ എന്ന് പറഞ്ഞില്ലേ? ബർക്കത്തുള്ള എല്ലാ സ്ഥലങ്ങളെയും ചുംബിക്കൽ സുന്നത്തുണ്ട് എന്നാണ് ശാഫി മദ്ഹബ്. ബിഖിയ എടുത്തു നോക്ക്. ബർക്കത്തുള്ള എല്ലാ സ്ഥലങ്ങളെയും സാധനങ്ങളെയും ചുംബിക്കൽ സുന്നത്തുണ്ട്. ഇസ്ലാം അനുവദിച്ചത് കേട്ടോ. ഏതെങ്കിലും ബീത്താത്താന് പോയി തിഞ്ഞ് കൈ ചുംബിക്കണ്ട. ഇനി ഉപകാരോത്സവം പറഞ്ഞിരിക്കുന്നതാണ്, ഞാൻ ഉത്തരവാദിയാവൂല. അനുവദിക്കുകയും വേണം. അതേപോലെ തന്നെ മദീനയിലേക്ക് നബി തങ്ങളെ സിയാറത്ത് ഉദ്ദേശിച്ചുകൊണ്ട് യാത്ര ചെയ്യൽ പാടില്ല, ഹറാമാണ് എന്ന് പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇതൊക്കെ വല്ലാത്ത കഷ്ടതയാണ്. ഇതൊക്കെ ഉള്ള ആളാണ് ഇപ്പൊ ഞങ്ങൾ അമ്പലികളാണ്. ഞങ്ങളെ പറ്റി അമ്പലികളല്ല. അമ്പലി ദമഖ്ശരി ഷാഫിയാണ്, ഇബ്നു തൈമിയ്യ അമ്പലിയാണ്. ഒരു നിലക്ക് മുഹമ്മദ് അമ്പലിയാണ്. അമ്പലി ആയതുകൊണ്ടായോ മുഅ്മിനീങ്ങളെ മുഴുവനും കാഫറാക്കി കുഫ്രിയത്തിന്റെ ലഫ്ലുകൾ മുഴുവനും പറയുകയും മറ്റും ചെയ്ത ആളുകളെ പറ്റി അവരെ സംബന്ധിച്ച് സുന്നിയാണെന്ന് പറയും. അമ്പലിയാണെന്നും പറയാൻ പാടില്ല, സുന്നിയാണെന്നും പറയാൻ പാടില്ല. പറയുന്ന എഴുത്തുകാർക്ക് തലയില്ലാത്തത് കൊണ്ട് പറയുന്നു എന്ന് മാത്രം. അബ്ദുറഹ്മാൻ സുദൈസിനെ തുടരാൻ പാടുന്നുണ്ടോ? അവിടെ പോയി തുടർന്നൂടെ? ഞാൻ കോട്ടൂർ ഉസ്താദിനോട് ചോദിച്ചു, ഇവരെ തുടരാൻ പറ്റുമോ? അപ്പൊ എന്നോട് നിങ്ങൾ ഇതിനെ തുടരാൻ പോണെന്ന് ചോദിച്ചു. കോട്ടൂർ ഉസ്താദ് ശംസുൽ ഉലമ തുടരാറില്ല, കണ്ണിയത്ത് തുടരാറില്ല.
നമ്മളെ മദീന ബഷീറിന്റെ അമ്മോശാങ്ക, എന്താ പേര്? ബഷീർ റോഡില്ലേ? ബാബുജി, അതിനാ നമ്മള് പരിചയമുള്ള ബാബുജി, ഞാൻ പരിചയമുള്ള ആളാണ്. ബാബുജി എന്നോട് പറയാണ്, ഞാന് ആണ് കണ്ണിയത്തിന് റൂം കൊടുത്തിരുന്നത്. അല്ലാഹു തആല അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. റൂം കൊടുത്തിരുന്നത് ഞാനാണ്. കണ്ണിയത്ത് അടിയിൽ റൂം വേണം. അപ്പൊ അവിടെ ഫന്തക്കുകൾ എടുത്തുകൊണ്ട് വാടക കൊടുക്കണ പണിയാണ് ബഷീറിന്റെ അമ്മോശങ്ങൾക്ക് ഉണ്ടായിരുന്നത്. അങ്ങനെയാണ് ഞാൻ ബഷീർ കല്യാണം ചെയ്യാൻ വേണ്ടി ബഷീറിനെ പറ്റി അന്വേഷിക്കാൻ വന്നതിൻ്റെ അടുത്താണ് ഇവിടെ ബാബുജി. അങ്ങനെ ബാബുജി മക്കത്തും മദീനത്തൊക്കെ ഫന്തക്കുകൾ എടുത്ത് അത് ചെറിയ ലാഭത്തിന് വാടക കൊടുക്കുന്ന ആളായിരുന്നു. മക്കത്ത് കണ്ണിയത്ത് അജ്ലി എന്ന ടൈമിൽ ബാബുജി ഉള്ള കാലത്തെല്ലാം റൂം കൊടുത്തത് ബാബുജിയാണെന്ന് ബാബുജി എന്നോട് പറഞ്ഞു. അങ്ങനെ ബാബുജി പറയാണ്, കണ്ണിയത്തിന്റെ നിയമം എന്താ? നിസ്കാരത്തിന് ബാങ്ക് കൊടുത്താൽ, ഹറമിൽ നിന്ന് ബാങ്ക് കൊടുത്താൽ അന്ന് ഒരു വർഷം ഉള്ളാൾ തങ്ങളുണ്ട്, ചെറുപ്പക്കാരനാണ്. ഉള്ളാൾ തങ്ങളോട് പറയും, നിങ്ങൾ പള്ളിയിൽ നിന്ന് ഇങ്ങോട്ട് റൂമിലേക്ക് വരണം, എനിക്ക് ഇമാമ് നിൽക്കാൻ വേണ്ടി. കണ്ടോ, കണ്ണിയത്ത് റൂമിൽ നിന്നാണ് നിസ്കരിക്കല്. ഉള്ളാൾ തങ്ങളെ തുടർന്നുകൊണ്ട് ഒരു കൊല്ലം, മറ്റു കൊല്ലങ്ങളിലും റൂമിൽ നിന്നാണ് നിസ്കരിക്കല്. മക്കയിലെ യഹ്യൽ ഉൽവാനി അവരുടെ വീട്ടിൽ നിന്നാണ് നിസ്കരിക്കല്. ഹറമിൽ നിന്ന് അവിടുത്തെ ഇമാമിങ്ങളെ തുടർന്ന് നിസ്കരിക്കാറില്ല എന്ന് ചെമ്പറ മരക്കാരും മുസ്ലിയാർ അവരുടെ മുരീദാണ്. അവരെന്നോട് പറഞ്ഞു, എത്രയോ വലിയ മഹാന്മാർ അവിടുത്തെ ഇമാമിങ്ങളെ തുടർന്ന് നിസ്കരിക്കാറില്ല. പല കാരണങ്ങളുമുണ്ട്, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. നീ തുടർന്ന് നിസ്കരിച്ചുകൊണ്ട് പ്രശ്നമില്ല കേട്ടോ. അങ്ങനെ ഞാൻ പ്രശ്നം ഉണ്ടെന്നിട്ട് ആരും മനസ്സിലാക്കണ്ട. തുടർന്ന് നിസ്കരിക്കാൻ പാടില്ല എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. നമ്മളെ മശായിഖിൽ നിന്ന് പലരും തുടരാത്തവരാണ്. കോട്ടൂർ ഉസ്താദിനോട് ഞാൻ ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, നിങ്ങൾ എന്തിനാ തുടരാൻ നിൽക്കണത്? അപ്പോലൊക്കെ വാങ്ങ് കൊടുത്താൽ റൂമിൽ കണ്ടുപോകാം, മറ്റവരൊക്കെ വാങ്ങ് കൊടുക്കാൻ റൂമിൽ നിങ്ങട്ട് വരിക. അറിവാണേ, നിസ്കാരത്തിൽ ഇങ്ങനെ മണ്ണം വെച്ചാ പോരാ, ബൈക്കാക്കൊണ്ടന്റെ മാതിരി. നിസ്കാരം ഇങ്ങനെ വണ്ണം വെച്ചാലും അറുമിങ്ങനെ കിടിഞ്ഞാലും പോരാ. നിസ്കാരം സ്വയ്യാകണം. ആദ്യം നിയ്യത്ത് വേണം, ഓതു വേണം, കുറെ നിയമമുണ്ട്. വാഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.